ഗായ്സ്, അപ്പോൾ കുറച്ച് നാടൻ കൂവക്കിഴങ്ങും നനകിഴങ്ങും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മൺചട്ടിയിലൊന്ന് വേവിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ കുക്കറിലാണ് ഞാൻ വേവിച്ച് കഴിക്കാറ്. അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റിക്ക് വിറകടുപ്പിൽ മൺചട്ടിയിലൊന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു വീഡിയോ ആക്കി നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയണതെന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഇവിടെ 2-3 പേരുണ്ട്. ചെറുകിഴങ്ങ്, നനകിഴങ്ങ്, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ഈ 2 പേരെ എനിക്കിപ്പോൾ അറിയാവൂ. ഇതിൽ നല്ല മണ്ണുള്ള ഐറ്റമാണ് ഈ നനകിഴങ്ങെന്ന് പറയുന്ന സംഭവം. അത് അരമണിക്കൂർ 1 മണിക്കൂർ വെള്ളത്തിലിട്ടാൽ ഇതെല്ലാം മണ്ണെല്ലാം നല്ല കുതിർന്ന് വരുവേ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിൻ്റെ വേരും മണ്ണും എല്ലാം പോയിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഉപ്പും കൂടി ഇട്ട് കുറച്ച് അത് വേവാനുള്ള വെള്ളം കണക്കാക്കി വെച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അടുത്തത് നമുക്ക് പുളിമുളകും. അതിന് കാന്താരി മുളക് കിട്ടിയില്ല. പിന്നെ പച്ചമുളകും ചെറിയ ഉള്ളിയും പുളിയും കൂടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ അതുകൂടെ ഇങ്ങനെ ഒഴിച്ച് നല്ല കുഴച്ചെടുക്കണം. ആ നാടൻ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോഴുള്ളൊരു മണമുണ്ടല്ലോ, അന്യായം തന്നെയാണ് കേട്ടോ. അത് ഇങ്ങനത്തെ കല്ല്, ഈ അമ്മിക്കല്ല്, ഒരല്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, അതിലൊക്കെ അരച്ചെടുക്കുന്ന സംഭവമൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളും കഴിച്ചിട്ടുണ്ടാകും. നമ്മളിപ്പം മിക്സിയും കാര്യങ്ങളൊക്കെ വന്നപ്പം എല്ലാവർക്കും മിക്സിയാണ്. ഇവിടെയും മിക്സി തന്നെ, ഞാനും മിക്സി തന്നെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ആർക്കും സമയമില്ലല്ലോ. ഇപ്പം എല്ലാവരും ബിസി ആയതുകൊണ്ട് ഈ എളുപ്പപ്പണികളെ ചെയ്യാൻ നോക്കുള്ളൂ. ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷേ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് നല്ല മണം. പക്ഷേ കൂവക്കിഴങ്ങൊക്കെ വെന്ത് വന്നപ്പോൾ എന്ത് മണം! ആ മൺചട്ടിയിലിരുന്ന് വെന്തതിൻ്റെ ആ ഒരു മണവും ആ പുളിമുളകിൻ്റെയൊക്കെ മസ്റ്റ് ട്രൈ ഐറ്റമാണ്.